കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് ദേശീയ തലത്തിൽ അവാർഡ് ലഭിക്കുന്നു. ഈ അവാർഡ് ലഭിക്കുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മൊത്തം വിശ്വസിക്കും. ഇത് പറയുന്നത് എം.എൻ. കാരശ്ശേരിയെ പോലെ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ CPM പറയുന്നതൊക്കെ ശരിയെന്നും BJP പറയുന്നതൊക്കെ കളവാണെന്നും വരുത്തി വെക്കാനുള്ള ഒരു കൂട്ടം ആളുകളുടെ നീക്കമാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പത്മജ എസ് മേനോനാണ് നമ്മോടൊപ്പം ഉള്ളത്. ചേച്ചിക്ക് എന്താ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? സിനുജി, ഞാനൊരു കാര്യം പറട്ടെ. ഈ ചർച്ച, ഇപ്പോൾ പറഞ്ഞ ചർച്ച ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അദ്ദേഹത്തെ പോലെ ഒരാൾ പറയാണ്, കേരള സ്റ്റോറിയിൽ പറയുന്നുണ്ട് 50,000 കേസുകൾ ഇങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ജനങ്ങളത് വിശ്വസിക്കും, അതിന് അവാർഡ് കൊടുത്തതുകൊണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡാണ് കിട്ടിയത്. ബ്യൂട്ടിഫുൾ സ്റ്റോറി കേട്ടോ. ഞാൻ കണ്ട സിനിമയാണത്. ബ്യൂട്ടിഫുൾ സ്റ്റോറി. ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ സങ്കടകരമായ സ്റ്റോറി വളരെ നന്നായി എടുത്തിരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനൊരു കാര്യം പറട്ടെ. അപ്പോൾ അത് വിശ്വസിച്ചു, ജനങ്ങളൊക്കെ വിശ്വസിച്ചു. കേരളത്തിലെയും ഇന്ത്യയിലെയും ആഗോളതലത്തിലെയും ആൾക്കാർ വിചാരിച്ചു കേരളത്തിൽ നിന്ന് 50,000 പെൺകുട്ടികൾ പോയിട്ടുണ്ട് അവാർഡ് കൊടുത്തോണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മീശ നോവൽ ഓർക്കുന്നുണ്ടോ? ഹരീഷിന്റെ അതെന്തായിരുന്നു പ്രമേയം എന്ന് ഓർക്കുന്നുണ്ടോ? എന്തിനാണ് ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ നനഞ്ഞ വസ്ത്രത്തോടെ, ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ, പോകുന്നു അതെന്തിനു വേണ്ടിയാണെന്നൊക്കെ എനിക്ക് ഈ ഫ്ലോറിലിരുന്നത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മക്കളുടെ പ്രായമുള്ളവരും കാണുന്നതാണിത്. അപ്പോൾ ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന, ഞങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, പൂജാരിമാർ അവിടെ എന്തിനാണ് ഇരിക്കുന്നതെന്നൊക്കെ ഇത്രയും വൾഗറായിട്ട് ചിത്രീകരിക്കാമോ? അത്രയൊക്കെ വൾഗറായിട്ട് ചിരിച്ചു. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ തെരുവിൽ പ്രതിഷേധം നടത്തി ആ മീശ നോവലിനെതിരെ. എത്ര സ്ത്രീകളാണ് വന്നതെന്നറിയാമോ? പാർട്ടിയുടെ അല്ല, എത്ര സ്ത്രീകളാണ് വന്നതെന്നറിയാമോ തെരുവിലേക്ക്? ആ നോവലിന് കേരള സർക്കാർ, CPM സർക്കാർ അവാർഡ് കൊടുത്തില്ലേ? കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിൽ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ജനങ്ങൾ, കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും അഖിലേന്ത്യാ തലത്തിൽ അന്തർദേശീയ തലത്തിലും സാഹിത്യ ലോകത്തിലും ഉള്ള എല്ലാവരും വിചാരിക്കില്ലേ ഞങ്ങൾ ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന്? എന്താണ് ഈ ഇരട്ടത്താപ്പ് നയം? അല്ലേ തന്നെ ഈ അമ്പലത്തിൽ സ്ത്രീകൾ ഇങ്ങനെ നനഞ്ഞൊട്ടി വസ്ത്രവുമായിട്ട് പോകുന്നു എന്ന് പറയുന്നതിന് തന്നെ വിരോധാഭാസം അല്ലേ? പിന്നല്ലാണ്ട് എവിടെ പോകുന്നു? എൻ്റെ അമ്മമ്മക്ക് ഇപ്പോൾ ജീവനോടുണ്ടായി 130 വയസ്സൊക്കെ പ്രായം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ അമ്മമ്മയുടെ കൂടെ വളർന്ന കുട്ടിയാണ്. അമ്മമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറയായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഈ താലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നായന്മാരാണ്, മേനോന്ന് കേട്ടാൽ അറിയാമല്ലോ. താലി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു പുരുഷാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നൊക്കെ പറയാം. ഒരുത്തൻ്റെ മുമ്പിൽ തല കുരിച്ച് നിൽക്കുക. അത് പറഞ്ഞപ്പോൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത പോലെ ഒരു കാര്യം പറ്റും. എൻ്റെ മദറിൻലോ വളരെ ഇതാണ്, പക്കയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ താലിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അച്ഛനുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത്. അമ്മ പറഞ്ഞു കല്യാണ സമയത്ത് നമുക്കൊരു പുടവ തരും, അതാണ് നമ്മളുടെ ഇത്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴുത് ഇങ്ങനെ ചുറ്റും പ്രദക്ഷിണം വെച്ച് ഭർത്താവിനെ വന്ന് ഇങ്ങനെ കൈ നീട്ടി നിന്നൊക്കെ വേണം മേടിക്കാനായിട്ട്, നമ്മൾ എഴുന്നേറ്റ് നിന്ന് തൊഴുതൊക്കെ. അപ്പോൾ അമ്മ എന്നോട് കല്യാണത്തിന് മുമ്പ് തന്നെ, പത്മജ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടിയുടെ അലമാരിൽ ഇതിനേക്കാളും നല്ല സാരികൾ ഉണ്ടാവും. പിന്നെ ഒരു 2 സാരി കിട്ടാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് എൻ്റെ മോനെ തൊഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻകം സാലറിക്ക് ഒരുപോലെ ആയിരിക്കും. കുട്ടിയെ കൂടുതൽ ആൾക്കാർ അറിയുന്നുണ്ട് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ. അപ്പം അങ്ങനെ നമ്മളെ ആക്ഷേപിക്കേണ്ട. എൻ്റെ ചേട്ടനാണ് കല്യാണം നടത്തുന്നത്. ചേട്ടൻ പറയും എഴുന്നേറ്റ് നിന്ന് തൊഴുകെന്നൊക്കെ പറയും, നീ അതിനൊന്നും പോകണ്ട. അപ്പോൾ അവിടെ നിന്ന് അമ്മാവൻ ഇനി എഴുന്നേറ്റ് പ്രദക്ഷിണം വെച്ച് താലം മേടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയും അനിയത്തിയും കൂടെ അവിടെ ഉണ്ട്. അമ്മയുടെ അനിയത്തി, എൻ്റെ അമ്മായിയമ്മയുടെ. അപ്പം ഞാൻ അമ്മ എഴുന്നേറ്റ് നിന്ന് പ്രദക്ഷിണം വയ്ക്കൂ. അപ്പോൾ ഇവർ നിന്ന് പിന്നെ രണ്ടും കളിപ്പിച്ച് ഞാൻ കൈ ഇങ്ങനെ കാണിച്ചു. അവിടെ ഇരുന്നിട്ട് തന്നെ ശ്രീകുമാർ താലം തന്നു. അപ്പം അമ്മ ഉണ്ട് അപ്പുറത്ത് കുട്ടിയുടെ ചേച്ചി ഉണ്ടാവും, അവരുടെ കയ്യിലേക്ക് കൊടുക്കണം. ഈ സാരി ആദ്യമായിട്ട് കാണുന്ന പെണ്ണിനെ പോലെ അതൊന്നും പിടിച്ചുകൊണ്ട് നിൽക്കരുതെന്ന്. അപ്പം അങ്ങനെ ഉള്ളൊരു സമുദായത്തിനെ എങ്ങനെ മാത്രം അധിക്ഷേപിച്ചിരിക്കുന്ന ഈ മീശ നോവലിൽ നിന്ന് പറയാനായിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. ഞങ്ങൾ പോകുന്നത് ദൈവത്തിനെ ഭജിക്കാൻ. ഞങ്ങളുടെ പൂജാരിമാർ ഉള്ളിൽ നിന്നാണ് പ്രസാദം ഇട്ട് തരുന്നത്, പുറത്തേക്ക് വരുന്നത് പോലും പ്രസാദം ഇട്ട് തരാനായിട്ട് ഇല്ല. അങ്ങനെയുള്ളൊരു കോണ്ടാക്റ്റ് പോലും ഇല്ല, ഇല്ലേ? എന്നിട്ട് ഇത്രയും അടച്ചാക്ഷേപിച്ച ഒരു സാഹിത്യകൃതി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവഹേളന കൃതിക്ക് CPM അവാർഡ് കൊടുക്കാം, ജനങ്ങളത് വിശ്വസിക്കൂല. പക്ഷെ കേന്ദ്ര സർക്കാർ 3 യുവതികളുടെയെങ്കിലും കഥ ശരിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. നമ്മളുടെ കോതമംഗലത്ത് എന്താ സംഭവിച്ചത്? സോനയുടെ കാര്യം സിനുജിക്ക് ഓർമ്മയുണ്ടോ? ഒരു പിതാവ് ഇവിടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ വാളെടുത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിയാണോ? ഞാൻ പേര് പറയുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡായിരുന്നു. അപ്പോൾ ഒരു ആശ്രമത്തിൽ, പിതാക്കന്മാരുടെ ആശ്രമത്തിൽ പോയപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പത്മജയോട് എനിക്കൊരു കാര്യം തനിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പേടിയാണ് പത്മജ, എന്താ സംഭവിക്കാൻ പോകണമെന്ന് പേടിയാണ്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, RSS എന്ന് പറഞ്ഞൊരു സംഘടന ഞങ്ങളെ സംരക്ഷിക്കാനായിട്ടില്ല.
അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി എനിക്ക് BJP അംഗത്വം എടുക്കണം, എൻ്റെ പേര് പുറത്തും അറിയാൻ പാടില്ല. എങ്ങനെ എടുക്കും? ഞാൻ നമുക്ക് മിസ് കോൾ മെമ്പർഷിപ്പ് എടുക്കാമല്ലോ. ആരെങ്കിലും അറിയോ? ആരും അറിയില്ല പിതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തു സിനുജി. ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വാളെടുത്തോണ്ട് ആരും വരണ്ട, രാത്രി 2 മണിക്കും 3 മണിക്കും മറ്റേ മൊബൈലിൽ കൂടെ വിളിച്ച് എൻ്റെ മക്കളുടെ കൈവെട്ടും കാലുവെട്ടും. 9 ക്യാമറ ഹസ്ബൻഡ് വീണു ചുറ്റും വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അഭിമന്യുവിനെ കൊന്നത് ആരാണെന്ന് അറിയാഞ്ഞിട്ടാണോ പിടിക്കാത്തത്? അല്ല, നമ്മളെ കൊന്ന് നമ്മുടെ കുട്ടികളുടെ കൈയും കാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ആരെ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം? എന്നെ കൊല്ലൂല കേട്ടോ, ഞാൻ മക്കളെ നോക്കണ്ടേ. എൻ്റെ കൈയും കാലും വെട്ടുന്ന ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൈയും കാലും വെട്ടുന്ന വന്നിട്ടാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി സിനുജി എന്ന് ഉറപ്പായിരുന്നു രാത്രി കോള് വന്നിരിക്കും, ഉറപ്പായിട്ടും വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ചാനൽ ചർച്ചകളിൽ പോലും പോകുന്നത് നിർത്തിയത്. എൻ്റെ കൈയും കാലും വെട്ടിയ മാസ്റ്ററുടെ ഭാര്യ ആത്മഹത്യ ചെയ്തില്ലേ? നമ്മുടെ നിർമ്മല കോളേജിലെ ജോസഫ് മാസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ പുസ്തകം അവതരിച്ചപ്പോൾ ഞാനാണ് അതിൻ്റെ MC ആയിട്ട് വേദിയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം അല്ല, നമ്മുടെ ഇതിലേക്ക് കോതമംഗലം തന്നെ അടുത്തടുത്ത സോനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് ലവ് ജിഹാദ് അല്ലേ? തീർച്ചയായിട്ടും അതല്ലാന്നാണല്ലോ ഇപ്പൊ പറയണത്. ആ പെൺകുട്ടി എന്താണ് സ്വന്തം ഇതിൽ എന്ത് നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിങ് ശ്രദ്ധിച്ചിരുന്നോ? ആ കുട്ടി മനസ്സിൽ നിന്ന് തട്ടി ആ കുട്ടിയുടെ സുഹൃത്ത് വന്ന് പറയുന്നുണ്ട്, അച്ഛൻ പോലും ഇല്ല അല്ലേ, ചേട്ടനും അമ്മയും കൂടിയാണ് ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് 23 വയസ്സിൽ ഭംഗിയുള്ള സുന്ദരിയായ കുട്ടി. അവിടെ വീട്ടിലേക്ക് ഈ രജിസ്റ്റർ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടിയിട്ട് വീട്ടുകാരുൾപ്പെടെ പറയുന്നു, പീഡിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു നീ മതം മാറിയില്ലെങ്കിൽ കൊന്നുകളയെന്ന് പറയുന്നു. അപ്പം മതം മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറ്റേ, സോനയുടെ കാര്യം എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാത്ത എൻ്റെ കുടുംബത്തിൽ നടന്നൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യം എല്ലാവരും പറയുന്നുണ്ട്. എൻ്റെ ഒരു മരുമകൻ, അവൻ്റെ വിവാഹം ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് ഫിക്സ് ചെയ്തു. അവർ ഒരുമിച്ച് കുറേ നാളായിട്ട് കോളേജിലൊക്കെ എഞ്ചിനീയറാണ് പയ്യനത്. അപ്പോൾ ഇവർ 4 പെൺകുട്ടികളാണ്. അവർ പറഞ്ഞു ഞങ്ങൾ കല്യാണം നടത്തി തരില്ല. ഇവർക്ക് മതം മാറണമെന്നില്ല, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇവർ പറഞ്ഞു പയ്യൻ്റെ വീട്ടുകാരോ ഞങ്ങൾ നടത്തിത്തരാം, അതായത് ഞങ്ങളുടെ വീട്ടുകാരോ ഞങ്ങൾ നടത്തിത്തരാം. അങ്ങനെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളെയൊക്കെ ക്ഷണിച്ച് കല്യാണം മറ്റന്നാളാണെന്ന് വിചാരിച്ചാൽ ഇന്ന് വൈകുന്നേരം വിളിച്ച് പറയാണ് കല്യാണം വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതെന്താ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഷോക്ക്ഡായി, ഞങ്ങളെല്ലാവരും കാണാമല്ലോ എന്ന് വെച്ചിട്ട് സന്തോഷത്തിലിരിക്കുക. അപ്പോൾ ഞാൻ അത് പെണ്ണ് വിളിച്ച് മോനോട് പറഞ്ഞു, നീ കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് മതം മാറണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഒറ്റ മകനാണ് കേട്ടോ, ഇത്രയും വലിയ കുടുംബം. അപ്പോൾ ഇവരാകെ വിഷമത്തിലായിപ്പോയി. അവൻ പറഞ്ഞു എനിക്ക് മതം മാറാൻ പറ്റില്ല, ഒരു ദിവസത്തിലേക്കല്ല ഒരു മിനിറ്റിലേക്ക് പോലും മതം മാറാൻ പറ്റില്ല, ഞാൻ ചെയ്യില്ല അത്. അപ്പോൾ ഈ കുട്ടി ഞാൻ കുറച്ച് നേരത്തേക്ക് മതി ഒന്ന് മതം മാറിയിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമാധാനത്തിന്. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമാധാനമോ കല്യാണം വേണ്ടാന്ന് വെച്ചാൽ ഇന്നും ആ പയ്യൻ അവിവാഹിതനായിട്ട് നിൽക്കുകയാണ്. പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അതും ഒരുതരം ജിഹാദാണ്. ഒറ്റ മകൻ, അതോടെ ആ കുടുംബം നിന്നില്ലേ? അതും ഒരുതരം ജിഹാദല്ലേ? എത്ര ആൺകുട്ടികൾ ഇത് കാണുമ്പോൾ നമ്മളടുത്ത് പറയുന്ന നമുക്കറിയില്ലല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നൊരു പയ്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു, മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചു. ഇതുപോലെ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല, കുറേ കൊല്ലം മുമ്പത്തെ കാര്യമായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ ആ പയ്യൻ ആത്മഹത്യ ചെയ്തു, ഹിന്ദു പയ്യനായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഇതിലൊക്കെ വേറൊരു കഥയുണ്ട്, വേറൊരു ജിഹാദുണ്ട്. അത് ലാൻഡ് ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്കറിയാവുന്നൊരു കേസാണ്. ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫ്രണ്ട്സായിരുന്നു. ഒരു വലിയ നായരൊന്നുമല്ല, വലിയൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട ലേഡിയാണ്. അവരെന്തോ ഇങ്ങനെ ഒരു മരണം എന്നൊക്കെ പോലെ ഒരു സംസാരിക്കണ പോലെ തോന്നിയിട്ട് ഞാൻ ആ നമ്പർ എടുത്തിട്ട്, എൻ്റെ അമ്മ ഈ സൂയിസൈഡ് പ്രിവെൻഷനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ അവരെ വിളിച്ചപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനന്ന് ജില്ലാ പ്രസിഡൻ്റാണ് മഹിളാ മോർച്ചയുടെ. അപ്പോൾ സംസ്ഥാന അധ്യക്ഷ രേണു സുരേഷ് എന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന BJPയുടെ സെക്രട്ടറിയാണ്. മാഡത്തിനെ ഞാൻ വിളിച്ചു, രേണുജിയെ വിളിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ എന്താ കാര്യം, ഇത് വേറൊരു ജിഹാദാണ്. ആ പെൺകുട്ടി ഒറ്റ മകളാണ്. ഒരു വലിയ റോയൽ ഫാമിലി പോലത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ്. അച്ഛൻ വലിയൊരു ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മാന്യ വ്യക്തിയാണ്, പേര് ഞാനിവിടെ പറയുന്നില്ല. ആ കുട്ടി ഒരു മുസ്ലിം പയ്യനായിട്ട് പ്രേമത്തിലായി. ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ വായിക്കണു. അപ്പം അമ്മ എന്താണെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, എല്ലാ മതങ്ങളും അറിയണമല്ലോ, ഇവർ വലിയ കുടുംബസ്ഥരാണ്. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ മോളടുത്ത് ബൈബിളില്ലല്ലോ, അത് സാരമില്ല, ഇതൊന്ന് വായിച്ച് തീർത്തിട്ട് ബൈബിൾ തുടങ്ങാം. അത് കഴിഞ്ഞ് അവളിങ്ങനെ പതുക്കെ ഇങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങി. ഒരു ദിവസം അവൾ പറഞ്ഞു എനിക്ക് ഒരു പയ്യനെ കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ, എനിക്ക് പറ്റില്ല.
അവളെ കാണാണ്ടായി. പിന്നെ വരുന്നത് ഗർഭിണിയായിട്ടാണ്. പിന്നെ നമ്മൾ സെക്യുലറായി തന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമല്ലോ. 2-3 കുഞ്ഞുങ്ങളായി. അപ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞുങ്ങളായി. അടുത്തത് ഇനി ഈ കുട്ടിയെയും കുഞ്ഞുങ്ങളെയും കാണെങ്കിൽ അച്ഛനും അമ്മയും മതം മാറണം. അച്ഛൻ സമ്മതിച്ചു. കാരണം എനിക്ക് മകളെ ഒറ്റ മകളാണ്, കാണാണ്ടിരിക്കാൻ പറ്റില്ല. കൊച്ചുമക്കളായിട്ട് അദ്ദേഹം അത്രയ്ക്ക് അഫെക്ഷനായി. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പം അമ്മ പറഞ്ഞു, ഞാനൊരു വലിയ തറവാട്ടിൽ നിന്നുള്ള സ്ത്രീയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല. എന്നിട്ട് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ പേരിലാണല്ലോ വീട്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. സ്വത്ത് മുഴുവൻ മകളുടെ പേർക്കാക്കി. എന്നിട്ട് അച്ഛൻ മകളുടെ ഒപ്പം മദ്രാസിലേക്കും അങ്ങ് പോയി. ഈ സ്ത്രീക്ക് ആകെ ഒന്നുമില്ല, ഇത്രയും വയസ്സുമായി. അച്ഛൻ അദ്ദേഹം റിട്ടയർ ഇവർക്ക് നല്ല വയസ്സായില്ലേ. പിന്നെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു സംസാരിച്ച് മരണം വരെ അവർക്ക് ആ ഫ്ലാറ്റിൽ താമസിക്കാനുള്ള അനുവാദം അദ്ദേഹം കൊടുത്തു. അപ്പം അതും ഒരു ജിഹാദല്ലേ. ഒറ്റ പെൺകുട്ടികളെ ഇതാക്കി പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ ആൺകുട്ടികളെ ഇതാക്കിയിട്ട് അവരെ ആകെ മാനസികമായിട്ട് കുടുംബത്തിനെ തകർക്കുന്നത്. അപ്പോൾ തന്ത്രപരമായിട്ടാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. തീർച്ചയായിട്ടും. ഒരൊറ്റ കാര്യം കൂടെ എന്നെ പറയാൻ സമ്മതിക്കണം. ഞാനൊരു ദിവസം പാർട്ടി വർക്ക്, എൻ്റെ കൂടെ കുറച്ച് പ്രവർത്തകരുണ്ട്. രാത്രി ഞങ്ങൾ പനമ്പള്ളി നഗർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൊടുക്കുമ്പോൾ സുന്ദരൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ ഹീറോ ആക്കാൻ പറ്റുന്നില്ല. കോലൻ തലമുടിയും 1.5 ലക്ഷം രൂപ വിലയുള്ള സൈക്കിളാണ്, ഗിയറൊക്കെ മാറ്റുന്ന പോലത്തെ സൈക്കിൾ പോലത്തെ ഒരു സാധനമാണ്. വെള്ള ലിനൻ ഷർട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഞങ്ങളുടെ എല്ലാവർക്കും കൊണ്ടുവന്ന ഒരു വെള്ള കവർ കൊടുത്തു. ഇവരൊക്കെ മേടിച്ചു. പക്ഷെ എന്താ മോനെ ഇത്? അപ്പോൾ പറഞ്ഞു, ഇത് സത്യമായ മതത്തിൻ്റെ പുസ്തകമാണ്. അതെന്താണ് മതം? അങ്ങനൊരു മതം എന്താണ്? ഖുറാനാണ്. ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്, എനിക്കിതിൻ്റെ ആവശ്യമില്ല. അല്ല, ഇതൊന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. എൻ്റെ കൂടെയുള്ള ആൾക്കാർ ജോസഫൊക്കെ, എനിക്കിപ്പോഴും ജോസഫിൻ്റെ പേരാണ്. ജോസഫെ ഖുറാനും കൊണ്ടുപോയി വായിക്കാൻ പോകണം. അയ്യോ ഞാൻ അറിഞ്ഞില്ല. ആരെങ്കിലും ബോംബ് തന്നെ മേടിച്ച് കൈ പിടിക്കുമോ എന്താണെന്ന് ചോദിക്കണ്ടേ? ഒരു കവറ് തന്നാൽ എന്നൊക്കെ ഞാൻ പോലീസിനെ വിളിക്കുക, ഇവിടെ മതം മാറ്റത്തിന് നടക്കണമെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോഴേക്കും അവൻ എവിടെ നിൽക്കണമെന്നറിയില്ല, പറന്നുപോയി. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയെടുത്ത്, ചേച്ചി ഇന്നിങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള വെള്ള ഷർട്ടിട്ട് കോലൻ മുടിയൊക്കെ ആയിട്ടൊരു ചെറുക്കൻ ഒരു സൈക്കിളിൽ, അത്ര മതി ഞാനൊന്ന് പറയട്ടെ. എൻ്റെ ആ ചേച്ചി ബാക്കി പറയാം, ഈ പയ്യനെ പല റോഡിൻ്റെ പല സ്ഥലത്തും പല കുട്ടികളുമായിട്ട് ഞാൻ കാണാറുണ്ട്, പെൺകുട്ടികളുമായിട്ട് കാണാറുണ്ട്. ഒരു ദിവസം നമ്മുടെ വീടിന് മുമ്പിൽ മോളുടെ കാറിന് മുമ്പിൽ തന്നെ നിന്ന് അവൻ ഒരു പെണ്ണിനെ വളയ്ക്കുന്നുണ്ടായിരുന്നു. അത് ജിഹാദാണോ? രാത്രി 7-8 മണിക്ക് എന്തിനും ഞങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വന്ന് സത്യമായ മതത്തിൻ്റെ കൊടുക്കുന്നു? ഒന്നും അറിയാത്ത ആൾക്കാരത് മേടിച്ച് കൊണ്ടുപോകുന്നു. എൻ്റെ കൂടെ ഉള്ളവർ മേടിച്ചില്ലേ? ഞാൻ ഇതെന്താണെന്ന് ചോദിച്ചാൽ ബോംബാണെങ്കിൽ നിങ്ങൾ മേടിക്കും, എന്താണ് തരുന്നതെന്ന് ചോദിക്കണ്ടേ? അപ്പം ഞാൻ പോലീസിനെ വിളിക്കാൻ പോകുന്ന അറിഞ്ഞ ആ നിമിഷത്തിൽ ആ കുട്ടി പറഞ്ഞു. അപ്പം എന്തൊക്കെ ജിഹാദ് ഉണ്ടെന്ന് അറിയില്ല. ഇത് കണ്ടിൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, രാത്രി എന്നെ വിളിക്കല്ലേ. 10 മണിക്ക് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് നേരത്തെ വിളിച്ച് വഴക്ക് പറയാനുള്ളതും കൈവെട്ടാനുള്ളതൊക്കെ ഭീഷണി നടത്തിക്കോളൂ. എന്തായാലും ഈ മതം മാറ്റ നീക്കത്തെക്കുറിച്ചൊക്കെ പ്രേക്ഷകർ അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ അറിയാത്ത കുറേ കാര്യങ്ങളാണ് പത്മജ എസ് മേനോൻ വെളിപ്പെടുത്തിയത്. ഇതിൻ്റെ ഉള്ളറകളിലേക്ക് അന്വേഷണം നീണ്ടു ചെന്നാൽ കൂടുതൽ അറിയപ്പെടാത്ത രഹസ്യങ്ങളും പുറത്തേക്ക് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.